ഹലോ എവരിവൺ, ഈ ചാനലിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ചാനലിൽ വരുന്ന പരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയം എങ്ങനെ ഒരു അമേച്ചർ റേഡിയോ ഓപ്പറേറ്റർ ആവാം, ഈ അമേച്ചർ റേഡിയോ ഓപ്പറേഷനായിട്ട് ബന്ധപ്പെട്ട് ടെക്നിക്കലായി എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ബ്രീഫാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. ഫാം ഓപ്പറേറ്റർ ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് WPC നടത്തുന്ന ഒരു എക്സാം എഴുതണമെന്ന് ഞാൻ പറഞ്ഞു. അത് SOC എക്സാമിനേഷൻ ആണ്. ആ എക്സാമിനേഷൻ എങ്ങനെ നമ്മൾ നേരിടാൻ പറ്റും, അല്ലെങ്കിൽ ആ എക്സാമിനേഷന് നമ്മൾ അപ്പിയർ ആവുന്നതിന് മുന്നേ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം എന്നുള്ളതിനെ പറ്റി ഒരു ഏകദേശ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. 2 സബ്ജക്റ്റാണുള്ളത്. റേഡിയോ തിയറി ആൻഡ് പ്രാക്ടീസ് ഒരു സബ്ജക്ട് A, രണ്ടാമത്തേത് റേഡിയോ റെഗുലേഷൻസ് ആണ് രണ്ടാമത്തത്. അപ്പൊ ഈ റേഡിയോ തിയറി ആൻഡ് പ്രാക്ടീസിൽ നമ്മൾ പൊതുവെ പറയുമ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അത് പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മോഡുലേഷൻ, ഡിമോഡുലേഷൻ, AM, FM അതിനുള്ള ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളെ പറ്റി അനലോഗ്, ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളെ പറ്റിയുള്ള അങ്ങനെയുള്ള കാര്യത്തിൽ പ്രാഥമികമായിട്ടുള്ള അറിവുകളാണ് ആ ഒരു പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത്. പിന്നെ നമുക്ക് ആൾട്ടർനേറ്റിംഗ് കറണ്ട്, ട്രാൻസ്ഫോമറിന്റെ ലോസ്, മാച്ചിങ് ഒക്കെ ആയിട്ടുള്ള ആൾട്ടർനേറ്റിംഗ് കറണ്ടിലാണ് നമ്മൾ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നതെന്ന് അറിയണം. അപ്പോൾ ട്രാൻസ്ഫോമർ പല വിധത്തിൽ ഉപയോഗിക്കാം. അത് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ലോസ്, മാച്ചിങ് പറ്റിയുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള അറിവ്, ട്രാൻസ്ഫോമർ എന്തിനാണ് ഉപയോഗിക്കുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. പിന്നെ സെമി കണ്ടക്ടേഴ്സിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ട്രാൻസിസ്റ്റർ, ഡയോഡ്, അങ്ങനെയുള്ള അർദ്ധചാലകങ്ങളെ പറ്റിയുള്ള കുറച്ചൊരു പ്രാഥമികമായിട്ടുള്ള അറിവുകൾ നമുക്ക് ആവശ്യമാണ്. പിന്നെ പവർ സപ്ലൈ എന്ന് പറയുമ്പോൾ ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ ഉണ്ട്, ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ ഉണ്ട്. എന്നുവെച്ചാൽ ഇലക്ട്രോണിക്സ് പഠിച്ചവർക്ക് പിന്നെ അത് അറിയാതിരിക്കില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ സാധാരണക്കാർക്ക് അറിഞ്ഞോളുന്നില്ല. അപ്പോൾ പവർ AC-നെ DC ആക്കുമ്പോൾ ഏത് രീതിയിലാണ് അത് ചെയ്യേണ്ടത്, അത് ഫുൾ വേവ്, ഹാഫ് വേവ് എന്നാണ് 2 സിസ്റ്റത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി കുറച്ച് പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. ട്രാൻസ്മിറ്റേഴ്സ്, റിസീവേഴ്സ് പറയുമ്പോൾ ട്രാൻസ്മിറ്റർ എന്താ ചെയ്യുന്നത്, റിസീവർ എന്താ ചെയ്യുന്നത് എന്നുള്ള പ്രാഥമികമായിട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അത് എന്തൊക്കെ തരം സിഗ്നലാണുള്ളത്, HF ഉണ്ട്, VHF ഉണ്ട്, അങ്ങനെ ട്രാൻസ്മിറ്റേഴ്സിന്റെ വെറൈറ്റീസും അതിന്റെ മെത്തേഡ്സുമാണ്. അതിലെ എമിഷൻ സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ അത് ഓരോന്നുണ്ടാക്കുന്ന സിഗ്നലുകളെ പറ്റിയുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള അറിവുകളുമാണ്. പിന്നെ റേഡിയോ പ്രോപ്പഗേഷൻ എന്ന് പറയുമ്പോൾ അയണോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം തന്നെയാണ്. അത് എങ്ങനെയാണ് HF സിഗ്നൽ ട്രാവൽ ചെയ്യുന്നത് എന്നുള്ള റേഡിയോ പ്രോപ്പഗേഷൻസ്, സ്കൈ വേവ് പ്രോപ്പഗേഷൻ, ഗ്രൗണ്ട് വേവ് പ്രോപ്പഗേഷൻ, അങ്ങനെ റേഡിയോ ട്രാൻസ്മിഷനെ പറ്റിയുള്ള ഒരു പ്രാഥമിക അറിവുകളാണ് അതിൽ ആ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഏരിയയിൽ ആന്റിനെ പറ്റിയുള്ള ഒരു ആന്റിന റേഡിയേഷൻ എങ്ങനെയാണ് സിഗ്നൽ റേഡിയേറ്റ് ചെയ്യുന്നത്, അതിന്റെ മെഷർമെന്റിനെ പറ്റിയൊക്കെയുള്ള ഒരു ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പ്രാഥമികമായിട്ടുള്ള ഒരു അറിവ് അതിനെപ്പറ്റി നമുക്ക് ആവശ്യമാണ്. പിന്നെ സ്പേസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് അറിഞ്ഞിരുന്നാൽ മതി. സ്പേസ് കമ്മ്യൂണിക്കേഷൻ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന് അതിന് ഏതൊക്കെ ഫ്രീക്വൻസികളാണ് ഉപയോഗിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. പിന്നെ അതിലുള്ളത് റേഡിയോ റെഗുലേഷൻസ് ആണ്. റേഡിയോ റെഗുലേഷൻസ് പറയുമ്പോൾ ഇന്ത്യൻ വയർലെസ് ആക്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ നിയമങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ഇന്ത്യൻ വയർലെസ് ആക്ട് എന്താണ്, അതിലുള്ള റൂൾസ് എന്താണെന്നൊക്കെ ഉള്ള ഒരു പഠിച്ചിരിക്കാൻ ശ്രമിക്കുക. അതിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏതൊക്കെ ഫ്രീക്വൻസി അലോട്ട്മെന്റ്, പർപ്പസുകൾ, പിന്നെ അത് ലീഗൽ യൂസസ്, അങ്ങനെ ഇല്ലീഗൽ യൂസസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. പിന്നെ എമിഷൻ സ്റ്റാൻഡേർഡ്, ഞാൻ നേരത്തെ പറഞ്ഞ എമിഷൻ, എന്തൊക്കെ തരം എമിഷനുകളാണുള്ളത്. ഇലക്ട്രോമാഗ്നറ്റിക് ട്രാൻസ്മിഷൻ നടത്തുമ്പോൾ പലതരം എമിഷനുകളുണ്ട്. AM ഉണ്ട്, FM ഉണ്ട്, SSB ഉണ്ട്. അപ്പോൾ അതിന്റെ സ്റ്റാൻഡേർഡ്സ് ഒക്കെ മനസ്സിലാക്കി വെക്കാം. പിന്നെ ക്യൂ കോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹാമുകൾ ഉപയോഗിക്കുന്ന, വേൾഡ് വൈഡ് ആയിട്ട് ഉപയോഗിക്കുന്ന, വയർലെസ്സിൽ ഉപയോഗിക്കുന്ന കുറച്ച് കോഡുകളുണ്ട്. എന്നുവെച്ചാൽ ഷോർട്ട് ഫോമുകളുണ്ട്. ആ ഷോർട്ട് ഫോമുകൾ നമുക്ക് ക്വസ്റ്റ്യനുകളിൽ ഉണ്ടാവും. അപ്പൊ അതിനെപ്പറ്റി പ്രാഥമികമായിട്ടുള്ള അറിവ് കാണും. പിന്നെ ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത്. ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് മനസ്സിലായല്ലോ. ഫ്രീക്വൻസി കുറയുന്തോറും വേവ് ലെങ്ത് കൂടും.
വേവ് ലെങ്ത് കുറയുമ്പോൾ ഫ്രീക്വൻസി കൂടും. എന്നുവെച്ചാൽ വേവ് ലെങ്ത്തും ഫ്രീക്വൻസി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. എന്നുവെച്ചാൽ ഒരു വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഒരു സിഗ്നൽ ഒരു സൈക്കിളിന്റെ ലെങ്ത് ആണ്. അപ്പോൾ വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും തമ്മിലുള്ള ഒരു പ്രൊപ്പോർഷൻ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അങ്ങനെ ആകുമ്പോൾ ഈ ആന്റിനെ പറ്റിയൊക്കെ ഒരു പ്രാഥമികമായിട്ടുള്ള അറിവുണ്ടാകാൻ പറ്റുള്ളൂ. പിന്നെ ഡിസ്ട്രസ് സിഗ്നൽ, SOS സിഗ്നൽ എമർജൻസി കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് സിഗ്നൽ, SOS മാതിരിയുള്ള സേവ് ഓർ സോള് മാതിരിയുള്ള കുറച്ച് കമ്മ്യൂണിക്കേഷൻസ് എന്തൊക്കെയാണ്, എമർജൻസി സ്റ്റേജിൽ എന്തൊക്കെ ചെയ്യേണ്ട കമ്മ്യൂണിക്കേഷൻസിനെ പറ്റിയുള്ള ചെറിയൊരു പ്രാഥമികമായിട്ടുള്ള അറിവ്. പിന്നെ മോഴ്സ് കോഡ് പറഞ്ഞാൽ ഇതിൽ 2 ഗ്രേഡ് ലൈസൻസ് ഉണ്ട്. ഒന്ന് റെസ്ട്രിക്റ്റഡ് ഗ്രേഡ്, ഒന്ന് ജനറൽ ഗ്രേഡും. ജനറൽ ഗ്രേഡ് എന്ന് പറയുന്ന ലൈസൻസ് എടുക്കണമെങ്കിൽ മോഴ്സ് കോഡ് പഠിക്കണം. മോഴ്സ് കോഡ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ്, ഒരു ടോൺ ഉപയോഗിച്ചിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ അതിനൊരു പ്രത്യേക കോഡിംഗ് രീതിയുണ്ട്. അത് എൻകോഡ് ചെയ്ത് വരുമ്പോൾ അത് ഡീകോഡ് ചെയ്യാൻ പഠിക്കണം. അതാണ് മോഴ്സ് കോഡ്. അത് ആരെങ്കിലും ജനറൽ ഗ്രേഡ് ലൈസൻസ് എഴുതണമെന്ന് ഉദ്ദേശിക്കുന്നതിൽ മാത്രം അത് പഠിച്ചാൽ മതി. സാധാരണ റെസ്ട്രിക്റ്റഡ് ഗ്രേഡ് ലൈസൻസിന് അതിന്റെ ആവശ്യമില്ല. പിന്നെ ഓംസ് ലോ പലപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു സംഭവമാണ്. ഓംസ് ലോ എന്താണ് വെച്ചാൽ ആംബിയർ, വോൾട്ടേജ്, കറന്റ്, റെസിസ്റ്റൻസ് ഇവ തമ്മിലുള്ള ഒരു ബന്ധമാണ് ഈ ഓംസ് ലോ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് പ്രാഥമികമായിട്ടുള്ള അറിവുണ്ടാകുന്നത് നല്ലതാണ്. ക്വസ്റ്റ്യനുകളൊക്കെ പഠിക്കുമ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നെ AC DC എന്താണെന്നുള്ള പിന്നെ പൊതുവെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആംബിയർ, വോൾട്ടേജ് എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചാൽ സിമ്പിളായിട്ട് പാസ്സാവുന്ന ഒരു സംഭവമാണ് പിന്നെ SOC എക്സാമിനേഷൻ. ഈ എക്സാമിനേഷൻ പാസ്സായി കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസം കൊണ്ടൊക്കെ ലൈസൻസ് കിട്ടും. അപ്പോൾ ലൈസൻസിന് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതിന്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്നുള്ള ഇഷ്ടമാണ് ധാരാളം യൂട്യൂബിൽ ധാരാളം വീഡിയോസ് അവൈലബിൾ ആണ്. അത് നോക്കിയിട്ട് അത് മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ലൈസൻസിന് വേണ്ടിയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇലക്ട്രോണിക്സ് ആയിട്ട് പഠിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ ഇത് വളരെ നിഷ്പ്രയാസം എഴുതാവുന്ന എക്സാമിനേഷൻ ആണ്. ഇലക്ട്രോണിക്സ് പഠിക്കാത്തവരാണെങ്കിൽ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിരുത്തിയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞതിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങളൊക്കെ നമുക്ക് നെറ്റിലും മറ്റുള്ള എക്സ്പേർട്സിന്റെ അടുത്ത് നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിലേക്കുള്ള ഒരു ചെറിയൊരു ചവിട്ടുപടി എന്നുള്ളവർക്ക് കുറച്ച് പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു അമേച്ചർ റേഡിയോ ഓപ്പറേഷനായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇതൊക്കെയാണ്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും കൂടിയിട്ട് അതൊക്കെ മനസ്സിലാക്കാൻ ധാരാളം മാർഗങ്ങളുണ്ട് ഇപ്പോൾ നെറ്റിലൊക്കെ അവൈലബിൾ ആണ്. അമേച്ചർ റേഡിയോ ഓപ്പറേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടും ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ധാരാളം വീഡിയോകൾ ഭാവിയിലും പ്രതീക്ഷിക്കാം. ഓക്കെ, ഗുഡ് ബൈ.